മറ്റൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ ചൂടാട് ബീച്ചിൽ ഒഴുക്കിപ്പെട്ട ഒരാൾക്കായി തിരച്ചിൽ. 4 പേർ ഒഴുക്കിൽപ്പെട്ടെങ്കിലും 3 പേരെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തിരച്ചിൽ തുടരുന്നത്. വിവരങ്ങളുമായി PK സരീഷാണ് നമുക്കൊപ്പമുള്ളത്. സരീഷ്, എങ്ങനെയാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത്? അല്പം മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. ഈ 4 പേരും ചേർന്ന്, ഈ സമീപത്ത് തന്നെയാണ് ഇവർ 4 പേരുടെയും വീടുകൾ. ഈ 4 പേരും ചേർന്ന് ഈ അഴിയും പുഴയും ചേർന്ന ഭാഗത്ത്, അതായത് ഈ ചൂട്ടാട് ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. അതിനിടയിലാണ് ഈ പുഴി ചേർന്ന ഭാഗത്തേക്ക് ഇവർ ഒഴുക്കിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഈ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ബീച്ചിന് സമീപത്തൊക്കെ ആളുകളുണ്ടായിരുന്നു, കുടുംബസമേതം ബീച്ചുകളിൽ എത്തുന്നവരുണ്ടായിരുന്നു. ഇവരുടെ ശ്രദ്ധയിലാണ് ആദ്യം പെടുന്നത്. തൊട്ടു പിന്നാലെ ഈ പ്രദേശവാസികളും മീൻപിടുത്തക്കാരും ചേർന്ന് ഈ പുഴയിലേക്ക് അല്ലെങ്കിൽ പുഴയുടെ ഭാഗത്തേക്ക് വരുന്നു. ആദ്യഘട്ടത്തിൽ 3 പേരെ കരയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ആദ്യം 2 പേരെയാണ് ലഭിച്ചത്. പിന്നീട് ഒരു 5 മിനിറ്റിന് ശേഷമാണ് മറ്റൊരാളെ കൂടി കണ്ടെത്താനാവുന്നത്. പക്ഷേ 4മതൊരാൾ കൂടി ഉണ്ട് എന്ന് ഈ രക്ഷപ്പെട്ടവർ തന്നെയാണ് പറയുന്നത്. പക്ഷേ പിന്നീട് ആ മേഖലയിലൊക്കെ പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ ഈ 4മത്തെ വിദ്യാർത്ഥിയെ കണ്ടെത്താൻ ആയിട്ടില്ല. ഇവരുടെ മൊഴിപ്രകാരമാണെങ്കിൽ 4 പേരും ഒരുമിച്ചാണ് എത്തിയത്. ഈ പൂഴി ഉൾപ്പെടെ ഒരു ഭാഗത്തേക്ക് തെന്നി മാറിയതോടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് രക്ഷപ്പെട്ടവർ ഈ രക്ഷാപ്രവർത്തകരോട് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പൊഴിയും ഒപ്പം തന്നെ അഴിമുഖവും ചേരുന്ന ഭാഗത്ത് ഈ വീശുവല ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഈ രാത്രി ഏറെ വൈകിയുള്ള പരിശോധന എത്രത്തോളം ഫലം കാണും എന്നുള്ളൊരു കാര്യം ഒരു സംശയമായി നിൽക്കുന്നുണ്ട്. എന്തായാലും പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. 2 പേർക്ക് പരിക്കുകളില്ല. പക്ഷേ അവസാനമായി മൂന്നാമത് ലഭിച്ച ആൾക്ക് ശരീരത്തിൽ മുറിവുകൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. 4മതിനായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ശരി. സരീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ 3 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അപകടമുണ്ടായത് ചൂട്ടാട് ബീച്ചിലാണ്, കണ്ണൂരിൽ.